ഗുഡ് ഈവനിങ്. നമ്മൾ എന്താ പഠിച്ചോണ്ടിരുന്നത്? പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് പഠിച്ചോണ്ടിരുന്നത് അല്ലേ? എന്തൊക്കെ പഠിച്ചു? പെർമിറ്റേഷൻസിനെ പറ്റി പഠിച്ചു. എന്താണ് പെർമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പറ. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് അല്ലേ? അറേഞ്ച്മെന്റ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പെർമിറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ പെർമിറ്റേഷനെ ഡിനോട്ട് ചെയ്യുന്നത്? പി, ക്യാപിറ്റൽ പി വെച്ചിട്ടാണ്. അപ്പോൾ സപ്പോസ് ദർ ആർ n ഓബ്ജക്ട്സ് ആൻഡ് വി ഹാവ് ടു ടേക്ക് r ഓബ്ജക്ട്സ് അറ്റ് എ ടൈം. അങ്ങനെയാണെങ്കിൽ npr എത്രയായിരിക്കും? What is the formula for finding npr? n factorial divided by n minus r factorial. ഈ ഇക്വേഷൻ പഠിച്ചു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലെ? ഏത് ക്വസ്റ്റ്യൻ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നേ? 10th ക്വസ്റ്റ്യൻ അല്ലെ? ആ ക്വസ്റ്റ്യൻ എടുത്തേ. In how many of the distinct permutations of the letters in Mississippi do the four I's not come together? അല്ലെ, നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് ഏതാ? മിസിസിപ്പി അല്ലെ? ദിസ് ഇസ് എ വേർഡ് മിസിസിപ്പി. എന്താ ചോദിച്ചേക്കുന്നത്? ഈ മിസിസിപ്പിയിൽ എത്ര ഐസ് ഉണ്ട്? 4 ഐസ് ഉണ്ട്. ഈ 4 ഐസ് എങ്ങനെ വരാൻ പാടില്ല? ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെയുള്ള എത്ര പെർമിറ്റേഷൻസ് പോസിബിൾ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിച്ചത്? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് പോസിബിൾ അല്ലെ? യൂസിങ് ദിസ് വേർഡ്. എന്തായിരുന്നു കിട്ടിയേ? ടോട്ടൽ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് പറയും. എത്രയാ? 1 2 3 4 5 6 7 8 9 10 11. 11 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ 11 ആണോ? 11 ഫാക്ടോറിയൽ കഴിഞ്ഞോ? പിന്നെന്താ? ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് നോക്കാം. ഏതൊക്കെയാ എം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഐ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ടൈംസ്? 1 2 3 4. സോ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. എസ് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? എസ് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 4. 2 ഫാക്ടോറിയൽ അല്ലെ? ഇത് ചെയ്യുമ്പോ എത്രയാ കിട്ടാ? എത്ര കിട്ടിയായിരുന്നു നമുക്ക്? എത്ര ചെയ്തപ്പോ കിട്ടിയേ? 4 9 ചെയ്തില്ലേ? ചെയ്യ്. എന്തോ വെയിറ്റ്. എത്ര കിട്ടിയ? 3 4 6 5 0. So this is the total number of permutations അല്ലെ? This is the total number of permutations അല്ലെ? നമുക്ക് എന്താ വേണ്ട? ഇപ്പൊ ആരും എഴുതണ്ട. നമുക്ക് എന്താ വേണ്ട? ഈ 4 ഐസ് എങ്ങനെ വരാൻ പാടില്ല? ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 4 ഐസ് ഒരുമിച്ച് വരുന്ന പെർമിറ്റേഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, 4 ഐസ് ഒരുമിച്ച് വരുമ്പോ എങ്ങനെയായിരിക്കും വരാ? 1 2 3 4. പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എം എസ് 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 പി പി. ഇത്രയും വേർഡ്സ് അല്ലേ ഉള്ളെ അല്ലെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ഈ ഐ എല്ലാം ഒരുമിച്ച് വരണം അല്ലെ? അപ്പൊ ഇതിനൊരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത്, സിംഗിൾ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ ഐസ് എല്ലാം ഒരുമിച്ച് വരണം. നോക്കിക്കേ, അപ്പൊ ഞാൻ ഇതിനൊരു സിംഗിൾ ലെറ്ററോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി എത്ര പെർമിറ്റേഷൻസ് പോസിബിൾ ആണ് ഇവിടെ? പറഞ്ഞേ. പറഞ്ഞേ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1. ഇതിനെ 1 ആയിട്ട് എടുക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലെ? 1 2 3 4 5 6 7 8 അല്ലെ?
8 ഫാക്ടോറിയൽ കഴിഞ്ഞോ? ഡിവൈഡഡ് ബൈ, ഇതിനൊരു സിംഗിൾ ലെറ്റർ ആയിട്ട് എടുക്കുക, അതിനെ നോക്കണ്ട. ഇനി നോക്കേ, 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതല്ലേ ഐസ് ഒരുമിച്ച് വരുന്ന കേസുകൾ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എത്രയാന്ന് കണ്ടുപിടിച്ചേ? $840 ആണോ കിട്ടിയേ? പറയാം, കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആരെങ്കിലും ഓൺലൈൻ കയറുവോ? 840 കിട്ടിയില്ലേ? ഇത് കാണാമല്ലോ, താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പറയാം. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? 840 വരെ കിട്ടിയില്ലേ? നമുക്ക് എന്താ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത്? 4 eyes does not come together അല്ലെ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്താൽ മതി? We had the total number of permutations as 34,650 and the number of permutations in which 4 eyes come together is 840. So what is the number of permutations in which 4 eyes does not come together? എത്രയാ? Which is equal to 34,650 minus 840. ഫൈനൽ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഫൈനൽ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. This is the answer 33810. ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഏതാ? മിസിസിപ്പി. എന്താ ക്വസ്റ്റ്യൻ? മിസിസിപ്പിയില് ഐസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് നമുക്ക് കിട്ടും അല്ലെ? ഐസ്, ഈ വേർഡിൽ എത്ര ഐസ് ഉണ്ട്? 4 ഐസ് ഉണ്ട്. ഈ 4 ഐസ് എപ്പോഴും ഒരുമിച്ച് വരണം. അങ്ങനെയുള്ള എത്ര പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരുമിച്ച് വരാൻ പാടില്ല. ഒരുമിച്ച് വരാൻ പാടില്ല. ഈ 4 ഐസ് ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെയുള്ള എത്ര പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്തേ? ഈ വേർഡ് കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിച്ചു. എങ്ങനെ കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്? എത്ര ലെറ്റേഴ്സ് ഉണ്ട് ടോട്ടല്? 11. അപ്പൊ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഐ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 4. അപ്പൊ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. എസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 4. സോ 4 ഫാക്ടോറിയൽ പി 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ചെയ്തപ്പോ എത്ര കിട്ടി? 34,650. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ഔട്ട് ഓഫ് ദിസ് വേർഡ്. കിട്ടിയോ? ഇനി നമ്മൾ എന്ത് ചെയ്തു? 4 ഐസ് ഒരുമിച്ച് വരുന്ന എത്ര പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട് അത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 4 ഐസ് ഒരുമിച്ച് വരണം അല്ലെ? ഇതിനിടയ്ക്ക് വേറെ ആരും വരാൻ പാടില്ല. അപ്പൊ ഈ 4 ഐസിനെ ഞാൻ ഒരൊറ്റ ബ്ലോക്ക് ആക്കി എടുക്കുക. അതൊരൊറ്റ ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരൊറ്റ ലെറ്റർ ആക്കി എടുക്കുക അല്ലെ? ഇത് മാറാൻ പാടില്ലല്ലോ, ഇത് എപ്പോഴും ഒരുമിച്ച് തന്നെ വേണം. എവിടെ ഇപ്പൊ എമ്മിന്റെ ഇടക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4 ഒരുമിച്ച് വരണം, എസിന്റെ ഇടക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4 ഒരുമിച്ച് വരണം. അത് മാറി വരാൻ പാടില്ല. എവിടേക്ക് അത് ഒരു ഐ ഉണ്ടോ ആ കൂടെ ആരും കൂടെ വേണം, ബാക്കി 3 ഐയും കൂടെ വേണം അല്ലെ? അപ്പൊ ഞാൻ ഇതിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ പോരെ? ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അങ്ങനെ എടുത്തു, പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതി. അപ്പൊ ഈ കേസിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്?
എത്രയുണ്ട്? 8. സോ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 4 ഫാക്ടോറിയൽ, പി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ നോക്കിക്കേ ആൻസർ 840. ഇനി ഈ ഐസ് ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? ടോട്ടലിന്ന് ഐസ് ഒരുമിച്ച് വരുന്നത് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ എത്ര കിട്ടും ആൻസർ? 33810. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? വേദ ഡൗട്ട് ഉണ്ടല്ലേ? എന്താ മനസ്സിലാവാത്ത? ആ സൈഡിൽ വെച്ചു. എന്തിനാണെന്നോ? ഐസ് എപ്പോഴും ഒരുമിച്ച് വരണ്ടേ? ആ വേണ്ട, അതൊക്കെ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എസ് ഒരുമിച്ച് വരണം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു എസ് വന്നു, അതിനിപ്പുറത്ത് വേണമെങ്കിൽ എം വരാം, അതിന് നമുക്ക് കുഴപ്പമില്ല. ഐസ് എവിടെയൊക്കെ വരുന്നോ അത് ഒരുമിച്ച് വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അതിനിടക്ക് വേറെ ലെറ്റേഴ്സ് ഒക്കെ കയറി വരും. കിട്ടിയോ? എഴുതിക്കോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്തേ, ക്യാമറ ഓൺ ചെയ്തേ ജസ്റ്റ്. പറഞ്ഞ ഇതൊന്നും പറയില്ലല്ലോ, ഒന്നും പറയാത്ത. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഹോംവർക്ക് ആണ്. കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? വൈഷ്ണവി ചെന്ന് പറഞ്ഞിട്ട് വാ. കംപ്ലീറ്റ് ചെയ്ത എല്ലാരും? നെക്സ്റ്റ് ഹെഡിങ് കോമ്പിനേഷൻസ്. ഇത് റബ്ബ് ചെയ്തോട്ടെ. Combinations. Write the heading combinations. Video. Suppose there are 3 tennis players. Let there be X, Y, Z. 3 tennis players ഉണ്ട്. ഓക്കെ, നമുക്ക് 2 പേരുള്ള ഗ്രൂപ്പ്സ് ഫോം ചെയ്യാം. എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? ഏതൊക്കെ ഫോം ചെയ്യാം? XY ഫോം ചെയ്യാം, YZ ഫോം ചെയ്യാം, XZ ഫോം ചെയ്യാം. വേറെയോ? ഇത്രേ ഉള്ളൂ അല്ലെ? വേറെ ഒന്നുമില്ല. YX ഫോം ചെയ്യാൻ പാടില്ലേ? 2 സെയിം ആണ്. അതേപോലെ തന്നെ ZY, ഇതൊക്കെ സെയിം ആണ്. അപ്പൊ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 3 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് 2 പേരെ വെച്ച് സെലക്ട് ചെയ്തു.
രണ്ടുപേരെ സെലക്ട് ചെയ്തു. ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണോ? അല്ല. അപ്പൊ ഇതിന് ഓരോന്നിനെയും ഈ ഓരോ സെലക്ഷനെയും നമ്മൾ പറയുന്നതാണ് കോമ്പിനേഷൻസ് എന്ന്. ഓക്കെ, കോമ്പിനേഷൻസ് ഓഫ് എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? 3. 3 ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ടേക്കൺ എത്ര എണ്ണം എടുത്തു ഒരു സമയത്ത്? 2 at a time. സോ ദിസ് ഇസ് കോൾഡ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ ആണ്. ഓക്കെ, അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ പെർമ്യൂട്ടേഷനും ആയിട്ടുള്ള ഡിഫറൻസ് എന്താ? പെർമ്യൂട്ടേഷൻ എന്തായിരുന്നു? അറേഞ്ച്മെന്റ് ആയിരുന്നു. അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ പെർമ്യൂട്ടേഷനിൽ ഉണ്ട് അറേഞ്ച്മെന്റ്, സോറി, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കോമ്പിനേഷനിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എഴുതിക്കോളാം തിയറം. ഇനി നമ്മൾ പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്തിരുന്നത് NPR അല്ലേ? എന്തായിരുന്നു NPR? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ R at a time. കോമ്പിനേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ C വെച്ചിട്ടാണ് NCR. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ R at a time. ഓക്കെ, എഴുതിക്കോളാം തിയറം. ബോർഡ് ക്ലിയർ ആണല്ലോ അല്ലേ? NPR is equal to NCR into R factorial. Theorem. Write the heading theorem and write this. NPR is equal to NCR into R factorial, where 0 less than R less than or equal to N. NPR is equal to NCR into R factorial. എഴുതിയോ? നെക്സ്റ്റ്, ഇനി NCRന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, NPRന്റെ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞേ? NPRന്റെ ഇക്വേഷൻ എന്താ? N factorial divided by N minus R factorial, which is equal to NCR into R factorial. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് NCR എന്ന് പറഞ്ഞ? NCR എന്തായിരിക്കും? NCR is equal to N factorial divided by N minus R factorial into R factorial. ഇതാണ് NCRന്റെ ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. NCR is equal to N factorial divided by R factorial into N minus R factorial. NPRന്റെ ഡിനോമിനേറ്ററിൽ ഒരു R factorial കൂടെ വരും. Where 0 less than R less than or equal to N. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ്, NC N minus R is equal to NCR. NC N minus R is equal to NCR. എഴുതിയോ? അതെങ്ങനെയാ കിട്ടാ? എഴുതി കഴിഞ്ഞോ? നോക്കാം. NC N minus R എന്താ ഇക്വേഷൻ? NC N minus Rന്റെ പറഞ്ഞേ. N factorial divided by NCRന്റെ ഇക്വേഷൻ എന്താ? N factorial divided by R factorial into N minus R factorial അല്ലെ? ഇവിടെ Rന്റെ സ്ഥാനത്ത് ആരാണല്ലേ? N minus R. So N minus R factorial into N minus R factorial. കിട്ടിയോ? സംശയം ഉണ്ടോ?
ആദർശിന് സംശയം ഉണ്ടോ? ഈ ഇക്വേഷനാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ആറിന് പകരം അവിടെ ആരാ n മൈനസ് ആറാ. അപ്പൊ ആറിന് പകരം എന്തിട്ട് കൊടുക്കാം n മൈനസ് ആറ്. ഞാൻ ഇവിടെ ഇങ്ങനെയായിരിക്കും കേട്ടോ എഴുതണേ, ഇങ്ങനെയായിരിക്കും എഴുതണേ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ n മൈനസ് n പ്ലസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ എന്ത് കിട്ടി? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ആറ് മാത്രമല്ലേ ഉള്ളൂ, ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. കിട്ടിയോ? വിച്ച് ഇസ് ഈക്വൽ ടു NCR. ഇത് എങ്ങനെ കിട്ടിയത്? NC n മൈനസ് ആർ രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇതിലോട്ട് എത്തി. തിയറംസ് ആണ്, ഓരോരോ നോട്ട്സ് പോലെ എഴുതിയാണ്. പക്ഷെ കാരണം ഇവിടെ ആറിന് പകരം നമുക്കുള്ളത് n മൈനസ് ആറ്. അപ്പൊ ആറ് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് n മൈനസ് ആറ് കൊടുക്കണം. ഇതേ നമുക്ക് ഇക്വേഷനിൽ ആറല്ലേ, ഇക്വേഷനിൽ NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഇവിടെ നമുക്കുള്ളത് NC n മൈനസ് ആർ, ആറിന്റെ സ്ഥാനത്ത് n മൈനസ് ആർ. അപ്പൊ ആറ് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ആരെ കൊടുക്കണം? n മൈനസ് ആറിനെ കൊടുക്കണം. കേട്ടോ, ഇവിടെ ആറിന് പകരം എന്ത് കൊടുത്തു? n മൈനസ് ആർ. ഇവിടെ ഒരു ആറുണ്ട്, അതിന് പകരം n മൈനസ് ആർ കൊടുത്തു. ഓക്കെ, സംശയം ഉണ്ടോ? വിമലിന് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടല്ലേ, എണീറ്റിട്ടുണ്ട്. നേരെ ഇരിക്കും. കഴിഞ്ഞോ? നെക്സ്റ്റ് തിയറം. If NCA equal to NCB implies A equal B or N is equal to A plus B. If NCA equal to NCB. ആരാ സമയം ചോദിക്കുന്നത്? ഈ വിമലിനെ കൊണ്ട് വല്ലാത്ത പാടാണ്. ഒരു രക്ഷയില്ലല്ലോ. സാധാരണ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് തുടങ്ങാറ്. ഇന്ന് പക്ഷെ നേരത്തെ വന്നു, അത് കാരണം ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ ഇതാണ്. ശരിയാണ്. If NCA is equal to NCB which implies A is equal to B. NCA equal to NCB ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ A is equal to B ആയിരിക്കും, അല്ലെങ്കിൽ N is equal to A plus B ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. NCA equal to NCB, അതായത് ഇവിടെ രണ്ടും സെയിം ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇന്നാണ്, സെയിം ആണ്. ഇവിടുത്തെ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ A is equal to B ആയിരിക്കും, അല്ലെങ്കിൽ N എന്ന് പറയുന്നത് A plus B ആയിരിക്കും. സി അല്ലേ ഇത്? അത് വേറെ, ഇത് കോമ്പിനേഷൻ ആണ്. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് തിയറം. NCR plus NCR minus 1 equal N plus 1 CR. NCR plus NCR minus 1 equal N plus 1 CR. കാണാം. എഴുതിയോ? നോക്കാം. NCRന്റെ ഇക്വേഷൻ എന്താ? N factorial divided by R factorial into N minus R factorial.
plus NCR minus 1. N factorial divided by R minus 1 factorial into N minus R minus 1 factorial. അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ പ്ലസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, നമുക്കിവിടെ രണ്ട് ഇപ്പൊ ആരും എഴുതണ്ട. സയോൺ ഓരോരുത്തർ പേര് വിളിച്ച് പറയണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരാം. നിങ്ങളപ്പോ തനിയൊന്ന് എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കും. എല്ലാ ക്ലാസ്സിലും പറയണോ ഇത്? ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ? രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദാറ്റ്? ഡിനോമിനേറ്റേഴ്സ് മസ്റ്റ് ബി സെയിം. ഇവിടെ സെയിം ആണോ? അല്ല. സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെയിം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയെങ്കിലും സെയിം ആക്കിയാൽ മതി അല്ലെ? ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു ആർ ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ഒരു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. ഇത് എന്തെങ്കിലും സെയിം ആക്കാൻ പറ്റും? ഈ ആർ മൈനസ് 1 ഫാക്ടോറിയലിനെ ആർ ഫാക്ടോറിയൽ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ശരിയാ പറഞ്ഞു. അങ്ങനെയല്ല, പറ. ഏത് ഫാക്ടോറിയലും ഉണ്ട്? ഈ ആർ ഫാക്ടോറിയൽ എന്ന് പറയണത് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ആർ അല്ലേ? അല്ലേ? അപ്പൊ ഇതിനെ ആർ ഫാക്ടോറിയൽ ആക്കാനായിട്ട് ഈ ഫ്രാക്ഷനെ ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? പോരെ? ആർ ഫാക്ടോറിയൽ എന്ന് പറയണത് 9 ഫാക്ടോറിയൽ എന്ന് പറയണത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 അല്ലേ? അത് സംശയമുണ്ടോ? അതേപോലെ തന്നെ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ആർ അല്ലേ? ഇവിടെ നമുക്ക് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. അതിനെ ആർ ഫാക്ടോറിയൽ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ മാത്രമായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, ന്യൂമറേറ്ററിനെ കൂടെയും ചെയ്യണം. അതുകൊണ്ട് വി മൾട്ടിപ്ലൈ ബോത്ത് ദി ന്യൂമറേറ്റർ ആൻഡ് ദി ഡിനോമിനേറ്റർ വിത്ത് ആർ. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതാ ഈ ആറിന്റെ ടേം സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ആർ ഫാക്ടോറിയൽ ആയി, ഇവിടെയും ആർ ഫാക്ടോറിയൽ ആയി അല്ലെ? ഇനി നമുക്കൊരു ഇവിടെ ഒരു n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ഒരു n മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട്. സെയിം ആക്കാൻ പറ്റുമോ? പറഞ്ഞേ. n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, n മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട്. സെയിം ആക്കാൻ പറ്റുമോ? ഏതാ വലുത്? n മൈനസ് ആർ പ്ലസ് 1 അല്ലെ? അപ്പോ ഈ n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 അല്ലേ? അല്ലേ? സംശയം ഉണ്ടോ? ഇവിടെ ഇത് തന്നെ ഈ സെയിം സാധനം. ഇപ്പൊ ഒരു നമ്പർ ഇപ്പൊ 9 ആണെന്നുണ്ടെങ്കിൽ 9 ഫാക്ടോറിയൽ ആണ് നമ്മുടെ ഉള്ളതെങ്കിൽ ആ 9നേക്കാളും 1 മൈനസ് ചെയ്യുക. അതിന്റെ ഫാക്ടോറിയൽ, അതാണ് ഞാൻ ഇവിടെ 8 ഫാക്ടോറിയൽ എഴുതിയത്. അതേ ഇന്ത്യ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിന് എഴുതാലോ. അപ്പൊ ഇവിടെ ഇന്ത്യയിലുള്ള n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയലാ. ഇതെന്ന് പറയുന്നത് എന്താ? ഇതിനേക്കാളും 1 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? n മൈനസ് ആർ കിട്ടും. n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടിനും സെയിം ആക്കാനായിട്ട് എവിടെയാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇവിടെ ഒരു n മൈനസ് ആർ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിക്കുന്ന ഇത് പ്രൂഫ് അല്ലല്ലോ. ഇത് നമുക്ക് ഡെറിവേഷൻ അല്ലേ? നമുക്ക് ഇക്വേഷൻ ചോദിക്കില്ലെന്നാ? നിങ്ങളല്ലേ പറഞ്ഞ എല്ലാം പഠിപ്പിക്കണം എന്ന്? ഡെറിവേഷൻ ഇത് തിയറമാണ്. ഇത് തിയറമാണ്. ടെക്സ്റ്റ് ബുക്കിൽ തിയറം എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അപ്പൊ അതിന്റെ പ്രൂഫ് ഇതും ചോദിക്കാം. ഇത് ശരിക്കും നമുക്ക് പ്രൂഫ് ഒന്നും അല്ല. ഇതേപോലത്തെ നമ്മുടെ എന്ന് മാറും പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സസൈസിലുണ്ട്. ഓക്കെ, ഇനി ഇത് പറഞ്ഞേ. ഇത് എളുപ്പല്ലേ? ഫോർമുല അപ്ലൈ ചെയ്യാം. പഠിക്കണം.
കിട്ടിയില്ലേ? ഇനി നോക്കിയേ, ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളേ? കോമൺ എടുക്കാൻ പറ്റുമോ? എൻ ഫാക്ടോറിയൽ കോമൺ അല്ലേ? അല്ലേ? എൻ ഫാക്ടോറിയൽ കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ. ഒന്നും ചെയ്തില്ല, രണ്ട് ടേംസിലും എൻ ഫാക്ടോറിയൽ കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള എൻ ഫാക്ടോറിയലിനെ എടുത്തു. ബാക്കി എന്തുണ്ട്? ഫസ്റ്റ് ടൈമിൽ ബാക്കി എന്തുണ്ട്? എൻ മൈനസ് ആർ പ്ലസ് വൺ പ്ലസ് ഇവിടെ ആർ. ഇത് നോക്കി, ഇവിടെ ഈ മൈനസ് ആർ ആൻഡ് പ്ലസ് ആർ വിൽ ഗെറ്റ് ക്യാൻസൽ. ബാക്കി എന്തുണ്ട്? എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ. നമുക്കിത് എന്താണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? എൻ പ്ലസ് വൺ സി ആർ അല്ലേ? എൻ പ്ലസ് വൺ സി ആർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ പ്ലസ് വൺ സി ആർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതാണെന്നാ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിലേക്ക് എത്തിയോ? നോക്കിക്കേ, എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ എന്താ? എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ എന്താ? n plus 1 factorial, which is equal to n plus 1 factorial divided by r factorial into, ഇതിന് എനിക്ക് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് n plus 1 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. ഈ പ്ലസ് വണ്ണിന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ n plus 1 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഇത് എന്തിനോട് ഈക്വലാ? വിച്ച് ഇസ് ഈക്വൽ ടു n plus 1 സി ആർ. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എഴുതിക്കോ. ഇത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് വെറുതെ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇതിപ്പോ ഈ എന്നും ആറും വന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ. നമ്മള് നമ്പേഴ്സ് ഇട്ട് ചെയ്യില്ലേ? നമ്പേഴ്സ് ഇട്ട് നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് കിട്ടുകയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? അതേ ചെയ്തുള്ളൂ ഇവിടെ. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ല, ഇതൊന്നും എഴുതണ്ട കേട്ടോ. ഇതൊന്നും എഴുതണ്ട. താഴെ ആ ഓർഡറിൽ തന്നെ എഴുതിയാൽ മതി. അവിടെ നിന്നാൽ അവിടെയുള്ളവർക്ക് കാണാൻ പറ്റില്ല, ഇവിടെ നിന്നാൽ ഇവിടെയുള്ളവർക്ക് കാണാൻ പറ്റില്ല. കഴിഞ്ഞോ? വേദ കഴിഞ്ഞോ? चुप रहो. 3 marks.
കംപ്ലീറ്റ് ചെയ്തോ? ജസ്സിന് ക്ലിയർ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞോ? അല്ല വേദ കഴിഞ്ഞോ? റൈറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If NC9 is equal to NC8, find NC17. If NC9 is equal to NC8, find NC17. Write the question. Question എഴുതി കഴിഞ്ഞോ? ഇവിടെ ശ്രദ്ധിച്ചോ. NC9 ഇക്വേഷൻ എന്താ? n factorial divided by ഓർക്കെ പറയും 9 factorial into n minus 9 factorial, which is equal to what is NC8? n factorial divided by n minus 8 factorial. Okay, ഇനി എന്ത് ചെയ്യാം? n factorial ക്യാൻസൽ ചെയ്യാം. ഈ 9 factorial എന്ന് പറയുന്നത് 8 factorial into 9 അല്ലേ? അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാലോ, ബാക്കി 9 വരും അല്ലേ? ഇനി n minus 9 factorial, n minus 8 factorial. എന്തെങ്കിലും സെയിം ആക്കാൻ പറ്റോ? എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റോ? ഏതാ വലുത്? n minus 8 factorial അല്ലേ വലുത്? അല്ലേ? n minus 8 factorial നമുക്ക് എങ്ങനെ എഴുതാം? n minus 9 factorial into n minus 8 എന്ന് എഴുതാമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള നമ്പേഴ്സ് എടുത്ത് നോക്കാം. 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ശരിക്കുള്ള നമ്പേഴ്സ് എടുത്തൊന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട് മാറും. അപ്പൊ ഇവിടെ ഈ n minus 8 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n minus 9 ഫാക്ടോറിയൽ ഇൻറ്റു n minus 8. ഏതാ? അല്ല, n minus 8 അല്ലേ? നോക്കാം. 5 minus 4 ആണോ 5 minus 3 ആണോ വലുത്? 5 minus 4 എത്രയാ? 5 minus 4 എത്രയാ? 1 ആണോ 5 minus 3 ആണോ വലുത്? 5 minus 3 എത്രയാ? 2 അല്ലേ? ഏതാ വലുത്? അപ്പൊ ഒരേ നമ്പറിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ചെറുതായി പോവല്ലേ ചെയ്യാ. ഈ n എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് എന്താ നിങ്ങൾക്ക് ഡൗട്ട്? n minus 8 ആണോ n minus 9 ആണോ വലുതെന്നാ? അതല്ലേ ഡൗട്ട്? n minus 8 ആണോ n minus 9 ആണോ വലുതെന്നുള്ളതല്ലേ നിങ്ങളുടെ ഡൗട്ട്? n എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ, അതിൽ നിന്ന് 8 കളയുമ്പോഴാണോ കൂടുതൽ ഉണ്ടാവുന്നത് 9 കളയുമ്പോഴാണോ കൂടുതൽ ഉണ്ടാവുന്നത്? 8 കളയുമ്പോ അല്ലേ? ഇതാണ് വലുത്. അനല്ല, ഡൗട്ട് ഉണ്ടാ? ഏതാ? n minus 8 ആണോ n minus 9 ആണോ വലുത്? അത് മനസ്സിലായി. n minus 8 ആണോ n minus 9 ആണോ വലുത്? n minus 8 അല്ലെ? അപ്പൊ ഈ n minus 8 ഫാക്ടോറിയലിനെ ഈ n minus 8 ഇപ്പൊ നമ്മള് 10 ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്നല്ലേ എഴുതുന്നത്. അതായത് 10നേക്കാളും തൊട്ട് ചെറിയ നമ്പർ എടുക്കാം, അതിന്റെ ഫാക്ടോറിയൽ ഇൻറ്റു ഇതേ നമ്പർ അല്ലെ? അപ്പൊ n minus 8നേക്കാളും തൊട്ട് ചെറിയ നമ്പർ ഏതാ? n minus 9. അപ്പൊ n minus 9 ഫാക്ടോറിയൽ ഇൻറ്റു ഇതേ നമ്പർ n minus 8. കിട്ടിയോ? നമുക്ക് വേണ്ട രീതിയിൽ മാറ്റി എഴുതാം. ഏതാ?
ഇതാണോ? ഇതാണോ? ഇപ്പോ ഇവിടെ നോക്കാം. 10 ഫാക്ടോറിയൽ നമ്മൾ 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്ന് എഴുതി. അതെങ്ങനെയാ? ഈ 10-നേക്കാളും 1 കുറച്ചു, എന്നിട്ട് ഫാക്ടോറിയൽ ഇട്ടു, എന്നിട്ട് ഇതേ നമ്പർ എഴുതി. അങ്ങനെയല്ലേ ചെയ്തേ? അപ്പൊ ഞാൻ ഈ n-8 ഫാക്ടോറിയലിന് ഇതേ രീതിയിൽ എഴുതുക. അപ്പൊ n-8 നിന്നും 1 കുറയ്ക്കണം. അപ്പൊ എത്രയാകും? n-8 മൈനസ് 1 അല്ലെ? എത്രയാ? n-9. അപ്പൊ n-9 ഫാക്ടോറിയൽ ഇൻറ്റു ഇതേ നമ്പർ n-8. കിട്ടിയില്ലേ? ആ, അപ്പോ ഞാൻ ഈ n-8 ഫാക്ടോറിയലിനെ n-9 ഫാക്ടോറിയൽ ഇൻറ്റു n-8 എന്ന് എഴുതി. രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 1/9 is equal to 1/n-8 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? n-8 is equal to 9. Then what is the value for n here? n is equal to 9 plus 8, 17. ജിസിന് കാണാൻ പറ്റുന്നുണ്ടോ? 9 plus 8 which is equal to 17. അപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? NC17 ആണ് ക്വസ്റ്റ്യൻ അല്ലെ? സോ NC17 is equal to 17C17 എത്രയാ? 1. This is the answer. ഏത് തീറ? അത് അങ്ങനെയും ചെയ്യാം. അപ്പൊ either 9, ഇപ്പൊ എന്തായാലും 9 is equal to 8 ആവില്ല. അപ്പൊ n is equal to 9 plus 8 അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്താ ചോദിച്ചത് വിമൽ? 0 ഫാക്ടോറിയലാ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ? എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്തോ? കഴിഞ്ഞു. NC7 നമുക്ക് കണ്ടുപിടിക്കണ്ടേ? n-ന്റെ വാല്യൂ 17 ആണ്. n-ന്റെ വാല്യൂ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 17. 17C17 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്ത് ഡിവിഷൻ? അങ്ങനെയല്ല, മറ്റേ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17. C17 എന്ന് പറഞ്ഞാൽ 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. 17 - 7 0 ഫാക്ടോറിയൽ അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അല്ല, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടെ NC9 = NC8. അതനുസരിച്ചിട്ട് 9 = 8 ആകുമോ? എപ്പോഴെങ്കിലും 9 = 8 ആണോ? അല്ല, രണ്ടും ഡിഫറെന്റ് ക്വാണ്ടിറ്റിയാ. അപ്പൊ അത് ട്രൂ അല്ല. n = a + b. കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? Take the exercise questions. First question. If NC8 is equal to NC2, find NC2. If NC8 is equal to NC2, find NC2. ഇവിടെ നമുക്ക് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ?
നമ്മൾ പഠിച്ചു ഇഫ് എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ either എ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും ഓർ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ. ഇഫ് എൻ സി എ ഈക്വൽ എൻ സി ബി then either a equal b or n is equal to a plus b. ഇവിടെ a equal to b ആകുമോ? 8 equal to 2 ആകുമോ? ഇല്ല, നോട്ട് ഈക്വൽ ആണ്. therefore n is equal to 8 plus 2 which is equal to 10. ഇവിടെ ശ്രദ്ധിക്കുക, n is equal to 10 അല്ലെ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. nc2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് which is equal to 10c2 അല്ലെ, which is equal to 10 factorial divided by 2 factorial into 8 factorial. 10 minus 2 that is 8 factorial. Cancel ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 9 into 10 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ 5 കിട്ടും which is equal to 45. 10 factorial divided by 2 factorial into 8 factorial. ഇതാണ് ഡൗട്ട്. ഇനി എങ്ങനെ ക്യാൻസൽ ചെയ്യാന്നാ? ഈ 10 equation NCR is equal to n factorial divided by r factorial into n minus r factorial അല്ലേ. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 10 ആണ്, സോ റൈറ്റ് 10 factorial divided by r-ന്റെ സ്ഥാനത്ത് 2 ആണ്, സോ റൈറ്റ് 2 factorial. ഇനി n എന്ന് പറയുന്നത് 10 ആണ്, മൈനസ് 2, 10 minus 2 8 factorial. ഓക്കെ, ഇനി നമുക്ക് 10 factorial എങ്ങനെ എഴുതാം? 8 factorial into 9 into 10 എന്ന് എഴുതാം. സോ ക്യാൻസൽ 8 factorial and 8 factorial. ഇനി 2 factorial എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ, 1 into 2 2 തന്നെയാണ്. 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും which is equal to 45. NC8 ചെയ്ത് നോക്കി. അപ്പൊ ശരിയല്ലേ, 10 is equal to 8 plus 2. ഏതാണ് 10C? ഇത് തന്നെയല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെയല്ലേ. ഒന്നെങ്കിൽ 2 is equal to 8 ആവണം, ഇവിടെ അത് പോസിബിൾ അല്ല. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് 10 അല്ലേ. 10 എന്ന് പറയുന്നത് ഇതാ നോക്ക്, 2 plus 8 ആണ്. സെയിം അല്ലേ? ഏതാണ്? ഇങ്ങനെ ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ എഴുതിയാൽ മാർക്ക് തരില്ല. നിങ്ങൾ പെർമിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, NPR-നെ നമുക്ക് ഇപ്പൊ എന്താ 8P2 ആണെങ്കിൽ 8 into 7 ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ അങ്ങനെ എഴുതിയാൽ മാർക്ക് തരില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. സാരംഗ് പറഞ്ഞല്ലോ. സാരംഗ് കഴിഞ്ഞ ക്ലാസ് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിങ്ങള് ഒരാള് പറയണതല്ല, അടുത്ത ആള് പറയണം. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാ അങ്ങനെ ചെയ്തു. നിങ്ങള് തന്നെയായില്ല എല്ലാം പറയണേ. നിങ്ങൾക്ക് സ്റ്റെപ്പ് ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയണോണ്ടാണ് ഉള്ള സ്റ്റെപ്പ് മൊത്തം ഇരുന്ന് എഴുതണേ. നിങ്ങളൊന്ന് തീരുമാനിക്കും. പക്ഷെ ഇതെന്ന് പറയാൻ പുറകോട്ട് എഴുതുക. ഇപ്പൊ 2 ആണ്. അത് ചെയ്ത കുഴപ്പമില്ല. 10 into 9 divided by 1 into 2. അതെന്ന് പറഞ്ഞാലേ ഇവിടെ ശ്രദ്ധിക്ക, ആ മെത്തേഡ്
നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിൽ എത്തിട്ടോ, അതായിരിക്കും നല്ലത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പെർമ്യൂട്ടേഷന്റെ, അതാണ് സിമ്പിള്. അപ്പൊ അതാണ് സിമ്പിൾ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ എഴുതരുത്, പറഞ്ഞപ്പോ തന്നെ പറഞ്ഞ അങ്ങനെ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതാ, പിന്നെ പറയാതിരുന്നു. നോക്കി, ആ മെത്തേഡ് വേണ്ടവർക്ക് ഇവിടെ ശ്രദ്ധിച്ചോ. NC2 അല്ലേ നമുക്ക് 10C2 ആ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, ഇവിടെ 2 അല്ലേ, 2 അല്ലേ, രണ്ട് നമ്പേഴ്സ് പുറകിലോട്ട് എഴുതുക. 10 × 9 ഡിവൈഡഡ് ബൈ തുടക്കം മുതലേ 1 × 2 ഇങ്ങനെ എഴുതുക. ഇപ്പൊ 10C3 ആണെങ്കിൽ 10 × 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2 × 3. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻസിൽ വരുന്നത്. ഇനി പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എന്താ, നിങ്ങൾക്ക് അറിയില്ലേ ഇത്, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ 10P2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിവിഷൻ വേണ്ട. 10 × 9 ഇത്രയേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്യേണ്ട. കോമ്പിനേഷൻ ആണെങ്കിൽ ഡിവൈഡും കൂടെ ചെയ്യണം. അങ്ങനെ വരില്ല. ഇല്ല, ഉറപ്പല്ലേ. ഇപ്പൊ NCRന്റെ മീനിങ് എന്താ, ടോട്ടൽ N ഒബ്ജക്ട്സ് ഉണ്ട്, അതിനകത്ത് 6 ഒബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത് അറ്റ് എ ടൈം. 21C18 ഇങ്ങനെ വരാണെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, കിട്ടിയല്ലോ. ഇത് റബ്ബ് ചെയ്തോട്ടെ, കഴിഞ്ഞില്ലേ? Next question. Determine n if two NC3 is to NC3 equal 12:1. We have to find the value of n if 2NC3 is to NC3 equal 12:1. This is a question. എങ്ങനെ എഴുതാം? ഈ റേഷ്യോ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. റേഷ്യോ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറ്? 2NC3 ഡിവൈഡഡ് ബൈ NC3 അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 12:1, അതായത് 12/1 ഇങ്ങനെ എഴുതാലോ. ഇനി പറഞ്ഞ 2NC3 എന്ന് പറഞ്ഞാൽ എന്താ? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇപ്പൊ ആരും എഴുതണ്ട ദിയ പറഞ്ഞേ. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആരാ ഇവിടെ, 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 12/1. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ എങ്ങനെയാ ചെയ്യാ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 12/1. ഡൗട്ട് ഇല്ലല്ലോ? ഇനി എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ? 3 ഫാക്ടോറിയൽ ആൻഡ് 3 ഫാക്ടോറിയൽ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഏതുമായിട്ട്? ഇല്ല പറ്റില്ല. 2 × n ഫാക്ടോറിയൽ 2n ഫാക്ടോറിയൽ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ 2n ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 2 ഇൻറ്റു 2n - 1 ഇൻറ്റു 2n എഴുതാമല്ലോ. സംശയമുണ്ടോ? n ഫാക്ടോറിയലിന് എനിക്ക് n - 3 ഇങ്ങനെ നോക്കാം. 8 ഫാക്ടോറിയൽ എനിക്ക് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതാൻ പാടില്ലേ? ഇങ്ങനെ എഴുതാവോ? 8 ഫാക്ടോറിയലിന് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതാവോ? എഴുതാലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2n ഫാക്ടോറിയൽ 2n - 3 ഫാക്ടോറിയൽ അത് തന്നെയാ. ഇപ്പൊ ഇതിന് ഞാൻ എങ്ങനെയാ 8 -
4 factorial into 8 minus 3 into 8 minus 2 into 8 minus 1 into 8 എന്നല്ലേ എഴുതിയേക്കുന്നത് അല്ലേ? 8 minus 4 ആണ് 4, 8 minus 3 5, 8 minus 2 6, 8 minus 1 7 അല്ലേ? അതാണ് ആ എഴുതിയേക്കുന്നത്. കിട്ടിയോ? ഡിവൈഡഡ് ബൈ 2n minus 3 factorial into n minus 3 factorial divided by n factorial എനിക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞേ n minus 3 factorial into n minus 2 into n minus 1 into n എഴുതാലോ which is equal to 12 by 1. ബാക്കി ഇവിടെ എഴുതട്ടെ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ബാക്കി എന്തുണ്ട്? 2n minus 2 into 2n minus 1 into 2n divided by n minus 2 into n minus 1 into n is equal to 12 by 1. ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എന്നും ഈ എന്നും കൂടെ ക്യാൻസൽ ചെയ്യാം. വേറെയോ? എനിക്ക് ഈ 2n minus 2ന് 2 കോമൺ എടുക്കാമല്ലോ. 2 into n minus 1 എന്ന് എഴുതാൻ പാടില്ലേ? 2n minus 2നെ into 2n minus 1 divided by n minus 2 into n minus 1 equal 12 by 1. കിട്ടിയല്ലോ? n minus 1 and n minus 1 will get cancelled. ബാക്കി എന്തുണ്ട്? 2 into 2n minus 1 divided by n minus 2 equal 12 by 1. കിട്ടിയോ? എക്സ്പാൻഡ് ഉണ്ട്. ഇല്ല, കട്ട് ചെയ്തിട്ടില്ല നമ്മള്. എന്നെ മാത്രല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഉണ്ട്. ഇപ്പൊ ഇവിടെ 4 ആയി. വേണമെങ്കിൽ 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 3 കിട്ടും. ഓക്കെ, ബാക്കി എന്തുണ്ട്? 2n minus 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം is equal to 3 into n minus 2. ഏതാലോ? ഇവിടെ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഈ 2n minus 2ന് 2 കോമൺ എടുത്തു. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നില്ലേ? ശരിയാ. അത് അല്ല, ഈ n നമ്മൾ വെട്ടി ഒരു 2 ബാക്കി കിടപ്പുണ്ടല്ലോ. ആ 2നെ ഈ ഇതിനോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമല്ല ഇത് 4 ആവുകയും ഇത് 2 ആവുകയും ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്നാ 2 കോമൺ എടുത്തേ. ഇവിടെ നിന്നാ കോമൺ എടുത്തേക്കണേ. കിട്ടിയോ? ചെയ്ത് നോക്ക്. ഇവിടെ നിന്നാ കോമൺ എടുത്തേക്കണേ കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. 2n minus 1 equal 3n minus 6. That is minus 1 plus 6 is equal to n, which implies n is equal to 5. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4 മുതൽ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. കണ്ടോ? ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. ആ 2 ഞാൻ എഴുതിയില്ല, അതുകൊണ്ടാണ്. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. ഇനി തനിയെ ചെയ്ത് നോക്കട്ടാ. അന്നെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് നീക്കിട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ, തനിയെ ചെയ്യുന്നന്തരം. മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സൈലന്റ് മോഡിലാക്കിയിട്ട് വേണം കേട്ടോ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. ടു കോമൺ എടുത്തു. 2n 2 പോകുമ്പോ n, 2 പോകുമ്പോ 1. കോമൺ എടുക്കാൻ തന്നെ ഡിവൈഡ് ചെയ്യാന്ന മീനിങ് അല്ലേ? 2n ഡിവൈഡഡ് ബൈ 2 n, 2 ഡിവൈഡഡ് ബൈ 2 1. ഏതാണ്? ഇതോ? ഇതോ? ഇതെങ്ങനെ ഇതായി എന്നാണോ? അതാണ് ഞാൻ അവിടെ എഴുതിയത്. ടു എൻ ഫാക്ടോറിയലിന്റെ മേളിലാണ്. ഇത് അടുത്ത സ്റ്റെപ്പാ. ഇതൊരു സ്റ്റെപ്പ്. അതിന് അടുത്ത സ്റ്റെപ്പാ ഇത്. മേളിൽ തന്നെയാണ് 2n ഫാക്ടോറിയൽ കേട്ടോ. ന്യൂമറേറ്ററിൽ എക്സ്പാൻഡ് ചെയ്തതാണ്. ഇവിടെ 2n ഉള്ളു, ഫാക്ടോറിയൽ ഇല്ല. നമ്മൾ 2n ഫാക്ടോറിയൽ എങ്ങനെ എഴുതി? 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 2 ഇൻറ്റു 2n - 1 ഇൻറ്റു 2n. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണോ ഈ ചാപ്റ്റർ? അല്ല, ഇത് ശരിക്കും എളുപ്പമാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ബൈഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ച് ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ എന്നും ആറും ഒക്കെ വരുന്നതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നണേ. അപ്പൊ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക, ഒരു നമ്പറിലോട്ട് ഇട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കണേ? നിങ്ങൾക്ക് ആദ്യമാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യുക. 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാമിന് സമയമുണ്ടോ ഇല്ലയോന്ന്, എക്സാം എത്ര തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പറയാതെ 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ എനിക്ക് ഇങ്ങനെ എഴുതാവോ? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതാവോ? ഇനി നോക്കിക്കേ, ഈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 8 - 4 അല്ലേ? അപ്പൊ 8 - 4 ഫാക്ടോറിയൽ ഇൻറ്റു 8 - 3 ഫാക്ടോറിയൽ, 8 - 3, 8 - 2, 8 - 1, 8. ഇവിടെ 8ന് പകരം 2n ആണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാലോ, 8 - 3 ഇങ്ങനെ എഴുതാലോ. 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതാലോ. അപ്പൊ നോക്കി, 2n - 3, ഇത് 2n ആന്ന് വിചാരിച്ചു. 8 എന്ന് പറയുന്നത് 2n ആ. 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 2 ഇൻറ്റു 2n - 1 ഇൻറ്റു 2n. ഇങ്ങനെ എഴുതാൻ പാടില്ലേ? എന്റെ ഈ 8 എന്ന് പറയുന്നത് 2n ആണ്. 2n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 2 ഇൻറ്റു 2n - 1 ഇൻറ്റു 2n എന്ന് എഴുതാമല്ലോ. കിട്ടിയോ? ചെയ്ത് നോക്ക്. ചോദിക്ക്. അല്ല, ഇവിടെ ഡിനോമിനേറ്ററിൽ 2n - 3 ഫാക്ടോറിയൽ ഉണ്ട്. എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്കൊരു n - 3 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ ഇതിനെ ആ ടേമിൽ ആക്കിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ചെയ്തോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഹോംവർക്ക് ആണ്.
ആ പെർമിറ്റേഷൻ ആണോ ഞാൻ പറഞ്ഞല്ലോ, പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാ. പിന്നെ നോക്കാൻ പറ്റിയത് എന്താ, ഓർഡർ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, തേർഡ് ക്വസ്റ്റ്യൻ. ചോദിക്കും. 11th ചാപ്റ്റേഴ്സ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെ ചാപ്റ്റർ മിസ്സലേനിയസ് മിസ്സലേനിയസിൽ രണ്ടും കൂടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ. അതാ ഞാൻ പറ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാം, തേർഡ് ക്വസ്റ്റ്യൻ നോക്കി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കി. How many chords can be drawn through 21 points on a circle? Third question നോക്ക. ഇത് ഏതെല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? റബ് ചെയ്യാലോ. How many chords can be drawn through 21 points on a circle? ഒരു സർക്കിളില് 21 പോയിന്റ്സ് ഉണ്ട്. ഈ 21 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കോഡ്സ് വരയ്ക്കാം? കോഡ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ്സ് വേണം? 2. അതായത് നമ്മുടെ n എന്ന് പറയുന്നത് 21, ടോട്ടൽ 21 പോയിന്റ്സ് ഉണ്ട്. r എന്ന് പറയുന്ന 2 ആണ് അല്ലെ. അറ്റ് എ ടൈം ഒരു സമയത്ത് നമുക്ക് 2 പോയിന്റ് മതി. ഇനി പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് എങ്ങനെ എടുക്കും, എങ്ങനെ അറിയാം? 2 പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഈ പോയിന്റ് എ ബി, ഞാൻ എ ബി കണക്ട് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്തു, ബിയിൽ നിന്ന് എയിലേക്കും കണക്ട് ചെയ്തു. രണ്ട് സെയിം ആണോ? സെയിം ആണല്ലോ. ഓർഡർ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓർഡർ അഫക്ട് ചെയ്യാത്തത് ആരാ? കോമ്പിനേഷൻ. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 21, ടോട്ടൽ 21 പോയിന്റ്സ് ഉണ്ട്. കോഡ് ഒറ്റ ടൈം ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പൊ r എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എ ബി എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വരച്ചു, ബി എ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വരച്ചു. രണ്ടും ഡിഫറെന്റ് കോഡ്സ് ആണോ? ആണോ? അല്ല, സെയിം ആണ്. ഓർഡർ അവിടെ എന്താ അഫക്ട് ചെയ്യുന്നില്ല അല്ലെ. സോ നമുക്ക് എന്ത് പറയുന്നത്? കോമ്പിനേഷൻ എന്ന് പറയും. കിട്ടിയല്ലോ, പറഞ്ഞ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 21 C2 എത്രയാ? 21 into 20 divided by 1 into 2. ഒന്നെങ്കിൽ നിങ്ങൾ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ മിസ് എങ്ങനെയാണോ മാർക്ക് തരുന്നത് അത് ചെയ്തു. ടു 1 0 is the answer. കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 boys and 3 girls ബി സെലക്ടഡ്? പറഞ്ഞിട്ടുണ്ട് സെലക്ടഡ് ആണ് ഫ്രം 5 boys and 4 girls. എങ്ങനെയായിരിക്കും? 3 ബോയ്സിനെ സെലക്ട് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാ? 5. അപ്പൊ എത്ര എങ്ങനെയൊക്കെ പറ്റും? 5C3 ഇൻറ്റു
ഇനി 3 ഗേൾസ് ഫ്രം 4 ഗേൾസ്. അപ്പൊ എത്രയാ? 4C3 which is equal to 5 into 4 into 3. ഇൻറ്റു ആ നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ? നമ്മൾ പെർമിറ്റേഷന് മുന്നേ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം എന്ന് പറഞ്ഞിട്ടൊരു തിയറം പഠിച്ചില്ല, മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പെർമിറ്റേഷനിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫാക്ടോറിയൽ ഒരു സെക്കൻഡ്. ഫാക്ടോറിയലിന് ആ അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ രണ്ടും കൂടെ ഒരേ സമയത്തോടെ ഞാൻ എന്ത് ചെയ്യും? ഏതേലും ഒന്ന് പറ. ഒന്നെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്യാ. നിങ്ങൾക്ക് ഏതാ? ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്ത് എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ആ ഇത് ഇക്വേഷൻ അല്ല, ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എഴുതണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോട്ടാ. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാം. ഞാൻ ചെയ്യുമ്പോ ഇതാണ് എളുപ്പം. ഞാൻ ചെയ്യുമ്പോ ഇക്വേഷനിലാണ് യൂസ് ചെയ്യണേ കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ഞാൻ എഴുതിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇവന്റ് m ബേസിൽ ഒക്കർ ചെയ്യാം, നെക്സ്റ്റ് ഇവന്റ് n ബേസിൽ ഒക്കർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇവന്റ്സും സൈമിൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് mn ആയിരിക്കും. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം എന്താ 3 ബോയ്സിനെയും നമുക്ക് സെലക്ട് ചെയ്യണം, 3 ഗേൾസിനെയും സെലക്ട് ചെയ്യണം. ഒരേ സമയത്ത് വേണ്ടതാ അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, ഫോർട്ടി. കംപ്ലീറ്റ് ചെയ്തോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. Find the number of ways of selecting 9 balls from 6 red balls, 5 white balls, and 5 blue balls if each selection consists of 3 balls of each color. Six red ball, 5 white ball and 5 blue ball അല്ലേ? ഇതിൽ നിന്ന് എത്ര ബോൾസ് വെച്ചിട്ട് നമുക്ക് എടുക്കണം? 3 ബോൾസ് വെച്ചിട്ട് ചൂസ് ചെയ്യണം, സെലക്ട് ചെയ്യണം. പറഞ്ഞ നമ്പർ ഓഫ് വേസ് എത്രയാണ്? പറയും. 6C3 into 5C3 into 5C3 which is equal to 9 balls from 6 red balls മൂന്നും കൂടെ 9. ടോട്ടൽ 9 ബോൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3 റെഡ്, 3 വൈറ്റ്, 3 ബ്ലൂ.
ആൻസർ 2000. കിട്ടിയോ? 2000 കിട്ടിയോ എല്ലാവർക്കും? ദിയ കിട്ടിയോ? വിമലിന് കിട്ടിയോ? 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 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറയണോ? ഏ Next question. Sixth question. Determine the number of 5 card combinations out of a deck of 52 cards if there is exactly one ace in each combination. എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് 5 കാർഡ്സ് സെലക്ട് ചെയ്യണ്ടേ അല്ലെ? ഒരു ഡെക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്ന് 5 കാർഡ്സ് സെലക്ട് ചെയ്യണം. ഇനി എന്റെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എക്സാക്ട്ലി 1 ഏസ് ആയിരിക്കണം ആ കളക്ഷനിൽ ഉണ്ടാവുക. 5 കാർഡ്സിൽ ഒരെണ്ണം എന്തായാലും ആരായിരിക്കണം? ഏസ് ആയിരിക്കണം. അപ്പൊ ഒരു ഡെക്കിൽ എത്ര ഏസ് ഉണ്ട്? 4 ഏസ് ഉണ്ട്. അപ്പൊ ഈ 4 ഏസിൽ ഒരെണ്ണം നമുക്ക് വേണം അല്ലെ? അപ്പൊ നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും? 4C1. കഴിഞ്ഞോ? ഒരു ഏസേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതോ? ബാക്കി 4 കാർഡ്സും കൂടെ വേണം. അത് എവിടെന്നാ നമ്മൾ എടുക്കുക? ബാക്കിയുള്ള കാർഡ്സിൽ നിന്ന് 52 മൈനസ് 4. അതായത് ഇനി ഏസ് വരാവോ? എക്സാക്ട്ലി 1 ഏസേ വരാവുള്ളൂ. അത് നമ്മളിവിടെ എടുത്തു. ഇനി ഏസ് വരാൻ പാടില്ല. അപ്പൊ 52 മൈനസ് 4 എത്രയാ? ബാക്കി എത്ര കാർഡ്സ് ഉണ്ട്? 48 കാർഡ്സ് ഉണ്ട് അല്ലെ? 48. എത്ര കാർഡ്സ് കൂടെ നമുക്ക് എടുക്കണം? 4 കാർഡ്സ് കൂടി. ഓക്കെ, ആൻസർ എത്രയായിട്ടും കണ്ടുപിടിച്ചേ? ഫാക്ടോറിയൽ 48 കട്ടായത്. ഞാൻ താഴെ ഒരു 3x2 ഉണ്ടായിരുന്നില്ലേ? 3x2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 6x8 അല്ലേ 48? അതെ, സോറി. 48 ഫാക്ടോറിയലിനെ 44 ഫാക്ടോറിയൽ ഇൻറ്റു 45 ഇൻറ്റു 46 ഇൻറ്റു 47 ഇൻറ്റു 48 നേടാം. 44 ഫാക്ടോറിയലായിട്ട് ഞാൻ കട്ട് ചെയ്തു. ബാക്കി 45 ഇൻറ്റു 46 ഇൻറ്റു 47 ഇൻറ്റു 48. ഫൈനൽ ആൻസർ കിട്ടിയോ? എത്ര കിട്ടി? ഫോൺ എടുത്ത് വെച്ചേ. മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിക്ക്. കിട്ടിയ ആൻസർ എത്ര കിട്ടി? ചെയ്യണം. ശരിയാണ്.
കംപ്ലീറ്റ് ചെയ്തോ? ആൻസർ 30. ഫൈനൽ ആൻസർ 778320. This is the answer. Next question. Next question. സമയമാകുമ്പോ ഞാൻ നിർത്തും. എപ്പോഴുണ്ടാകും? Next question, 7th question. സെവൻ തൗസൻഡ് നിങ്ങൾ ചെയ്തേ. 7,000 ചെയ്യട്ടാ. ക്ലാസ് കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തോ? ആൻസർ കിട്ടിയോ? ചെയ്തോ? ചെയ്തിട്ട് കിട്ടിയില്ലേ ആൻസർ? എന്താണ്? In how many ways can one select a cricket team of 11? എത്ര പേര് വേണം? എത്ര players വേണം? 11 from 17 players in which only 5 players can bowl. If each cricket team of 11 must include exactly 7 bowlers. ഇതിന് തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 4 bowlers. അതായത് ടോട്ടൽ 17 players ഉണ്ട്. ഇതില് 5 players can bowl. അല്ലേ? നമുക്ക് എത്ര പേരാ വേണ്ടേ? 11 പേര് വേണം. അതിനകത്ത് കൃത്യം 4 പേര് ബൗളേഴ്സ് ആവാൻ പാടുള്ളൂ അല്ലെ? ടോട്ടൽ 5 ബൗളേഴ്സ് ഉണ്ട്. അതിൽ 4 പേര് ബൗളേഴ്സ് ആവണം. അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്? പറ. 5C4. ഇനി ടോട്ടൽ 11 വേണം. ടോട്ടൽ 11 പ്ലേയേഴ്സ് വേണം. അപ്പോ ഇപ്പൊ നമ്മൾ എത്ര പേര് എടുത്തു? 5 ബൗളേഴ്സിനെ എടുത്തു അല്ലെ? അത് അപ്പൊ ആ 5 ബൗളേഴ്സ് ഇനി വരാൻ പാടില്ല. കറക്റ്റ് 4 വരാവുള്ളൂ. അപ്പൊ 5 ടോട്ടൽ 5 ബൗളേഴ്സ് ഇല്ലേ? എക്സാക്ട്ലി 4 ബൗളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ൽ കൂടുതൽ ബൗളേഴ്സ് വരാൻ പാടില്ല. അപ്പൊ ഈ ബാക്കിയുള്ള ഒരു ബൗളറിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 17 - 5 എത്രയാ? പറ. 4 ബൗളേഴ്സിന് വേണം. 5 ബൗളേഴ്സ് ടോട്ടൽ ഉണ്ട്. അതിന് 4 പേര് മതി നമുക്ക്. അപ്പൊ 5C4 ഇൻറ്റു ബാക്കി ടോട്ടൽ എത്ര ബൗളേഴ്സ് അല്ല? 17 പ്ലേയേഴ്സ് ആണുള്ളത്. 17 5 പോയാൽ ബാക്കി എത്രയുണ്ട്? 12C. ബാക്കി എത്ര പേര് വേണം? 11 നമുക്ക് വേണ്ടേ? 7. ദിസ് ഈസ് ദി ആൻസർ. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. 3960. This is the answer. Okay. Balance 2 questions homework.
So which all are the homework questions? Question number 8, 9, second 2. Any question number 11 from 6.3. അല്ലേ? These are the homework questions. Homework ചെയ്തിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.